ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഇനി നമ്മള് വെറുതെ അങ്ങ് കുത്തിന്നപ്പോ നമുക്കൊരു ബ്രോസ്റ്റ് എന്നാ പൂതിട്ടോ. ആ പൂതി കെട്ടിയനോട് പറഞ്ഞപ്പോൾ നമ്മളില്ലാതെ പൂതി മൂപ്പിക്കൊണ്ടേനി. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെ കെട്ടിയവനും അങ്ങനെ നേരെ പോയി ബ്രോസ്റ്റ് അങ്ങനെ ബ്രോസ്റ്റ് ഒക്കെ വാങ്ങി വരുന്ന വരവാണ് ഇപ്പൊ രണ്ടാളും. ഇന്റെ പേര് ഇവിടെ അടുത്തായോണ്ട് തന്നെ നമ്മളെ വരികില്ല ബ്രോസ്റ്റ് അങ്ങോട്ട് വാങ്ങി. എന്തായാലേ മാപ്പളിന്റെ പേര് പടച്ചോനെ നോക്കിയ ആമിനാജോ അവന്റെ ഒരു ഇൽമ്. അങ്ങനെ ബ്രോസ്റ്റ് കജ്ജ തന്നിട്ട് പറഞ്ഞ തിന്നതിന് മുന്നേ നമുക്ക് അന്റെ പേര് പോയാണ്ട് കൊടുക്കാണ്. ഓല് ചൂടോടെ അങ്ങോട്ട് തിന്നിട്ടേന്ന്. അത് കേട്ടപ്പോ നമ്മള് പെട്ടെന്ന് മാറ്റി തട്ടിക്കൂട്ടി പെരുകണ്ട് പോയി. നമ്മളെ പേരന്റെ അടുത്ത് കെട്ടിച്ചാലെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഒന്ന് കേട്ടോ. നമ്മള് കല്യാണം കഴിച്ചാണെങ്കിലോ നമ്മളെ പേരുടെ ഏറ്റവും അടുത്തുനിന്ന് കല്യാണം കഴിച്ചണം. എന്താ വെച്ചാല് ഞാൻ ഇന്നിപ്പോ എന്റെ പെരിയിൽ പോണത് മൂന്നാമത്തെ വട്ട, കെട്ടിച്ച സ്ഥലത്തുനിന്ന് എന്റെ പെരിയിൽ പോണത് ഇന്ന് മൂന്നാമത്തെ വട്ട. ഒരു ഭാഗ്യല്ലേ? അതൊരു ഭാഗ്യം. അത് കേരളത്തിൽ 90% ആൾക്കാർക്ക് കിട്ടാത്ത ഭാഗ്യം അല്ലേ? അല്ലേ? അടുത്തുനിന്ന് കെട്ടിയാല് ഞമ്മക്കൊരു റിസ്ക് ഇല്ല. ഓല് വണ്ടി എടുത്താണ്ട് വണ്ടി ഓട്ടാലും വണ്ടി എടുത്ത് ഓലാണ് പോയി പോകും. നമ്മളവിടെ എത്തിയപ്പത്തിന് അടിവാതിലും തുറന്ന് വന്നിരിക്കണം കടവാവില്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോ താത്താനെ പ്രൊഡക്റ്റ് ആളുണ്ടായിന്. നേരെ ഓല കജ്ജിലാണ് കൊടുത്ത്. മറ്റോ പൊട്ടകന്റെ തലട്ട് പാലിയൊക്കെ കണ്ടിട്ട് മറ്റോനും വന്ന് പാലി വെക്കണേ. എന്തായാലും ഓന്റെ ഒരു വൈബ് ഓൾക്ക് പെട്ടിട്ടപ്പോ തന്നെ സാധനം മനസ്സിലാക്കണം. പഠിച്ചാൽ മുത്തില്ലേലും മതിരി മണത്തോക്കലിനൊക്കെ ഓൾക്ക് ഭയങ്കര പവർ. പിന്നെ ഈ കുത്തിരിക്കണത് വാസണ്ണനൊന്നല്ല, നമ്മള് സ്വന്തം ബാപ്പയാണ്. പിന്നെ ബാപ്പാനോട് വർത്താനം പറഞ്ഞ് നമ്മള് നേരെ പോയി മാറ്റി താത്താന്റെ അടുത്തേക്ക്. നമ്മളവിടെ എത്തിയപ്പോ തന്നെ കജ്ജിട്ട് വാലിൽ ഉറങ്ങിക്കണം. എന്റെ അമ്മക്ക് വലിയനാക്ക് അടിച്ചിട്ട് അതിരിയാണ് ഉമ്മാരെ കാട്ടിക്കൂട്ടലാണ്. ഓന്റെ കുത്തിരിക്കലാണ്ട് നിങ്ങൾ വിചാരിച്ച ഓണപ്പൂട്ടും കഴിഞ്ഞ് കുത്തിരിക്കലാണ്. ഇവിടെ നാളെ 2 പരീക്ഷയെല്ലാം മുതലാണായിരിക്കും. അങ്ങനെ ഓൾക്കെല്ലാം ബ്രോസ്റ്റൊക്കെ കൊടുത്ത് നമ്മള് നേരെ പോയി പെരിയേക്ക്. അപ്പൊ ഓക്കെ ബൈ.